എന്തായാലും അവനായിട്ടുണ്ടാക്കി വെച്ച കടം പോയി കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തന്നെ വീട്ടി. പക്ഷെ ഒരു കടം മാത്രം ബാക്കിയായി. എന്റെ മോടെ കടം ഈ അമ്മാവൻ എങ്ങനെ വീട്ടുക? നിനക്കും വേറൊരു ജീവിതം വേണമല്ലോ. കഴുത്തിലൊരു ചരട് കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. ഒക്കെ മറക്കണം. മറന്നേ പറ്റൂ. ശ്രമിക്കാഞ്ഞിട്ടല്ല, കഴിയുന്നില്ല അമ്മാവ. ജീവൻ പോയാലും മനസ്സിൽ നോണ്ടിട്ട് പോവില്ല. എന്നാലും സന്തോഷമുള്ളൊരു ജീവിതം വേണ്ടേ എന്റെ മോക്ക്? അമ്മാവ, ഉണ്ണേട്ടന്റെ വിധവ എന്ന് പറയാനുള്ള അവകാശങ്ങൾ എനിക്ക് തന്നൂടെ? അതിനേക്കാൾ വലിയ സന്തോഷം ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല. എരിയുന്ന കരളിന്റെ കനലുകൾ തിരയുന്ന സുഖം സുഖം എവിടെ? കൊള്ളാലോ. ഇതാരെ കുറിച്ചാ? എന്നെ കുറിച്ചോ? നിങ്ങൾക്കൊരു കവിത എഴുതാനെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു അഭ്യാസം? പുള്ളിമാൻ. ഇനി കൊരങ്ങായിരിക്കൂ. എന്നെ കൊരങ്ങെന്ന് വിളിക്കൂ. ഏയ്, എന്താ? ഞാനൊരു കൂട്ടം കാണിക്കട്ടെ. എന്താന്ന് പറയാമോ? കാണിക്കേ. ദേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ആ, നിനക്ക് ഈ കിട്ടിയതല്ലൊന്നും പോരല്ലേ? ഇതെന്ത് പണ്ടാറാണാവോ? കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം. ഐ ഞാൻ എല്ല്. ഞാൻ എല്ലനാന്നോ? അയ്യേ യു. എന്റെ എല്ലൂരുന്ന അതാവില്ലല്ലോ. ഐ എൽ യു. ഇലു. ഇലു ഇലു ക്യാ ഹേ? ഐ ലവ് യു. എന്താ, നിനക്കൊന്നും അറിയില്ലേ? അറിയാം. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. പക്ഷേ അവൾ അതിര് വിട്ടിട്ടൊന്നും. എനിക്കറിയാം, എനിക്കറിയാം എന്റെ കുട്ടിയെ. അവൻ ഗംഗാധരന്റെ ആരാന്നാ പറഞ്ഞത്? അത് അനന്തരവൻ. തന്റെ അനന്തരവൻ എത്ര കാലമായിട്ട് തന്റെ കൂടെ ഉണ്ട്? ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. അപ്പോ അവൻ എത്ര വയസ്സായി? ഒരു 27-28, അതിൽ കൂടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ. പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് പറയണ സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം. പോരെ? പോരാ, എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം.
അവന്റെ അച്ഛനും അമ്മയൊക്കെ അത് മാത്രം ചോദിക്കരുത് സാർ. പറയാൻ എനിക്ക് വാക്കുകളില്ല. അത് വിട്. അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ്. അവൻ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത് സാർ? എന്റെ സഹോദരിയെ കുറിച്ച് അറിയാലോ. അവൾക്ക് ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഒക്കെ സ്വത്ത് മോഹിച്ചു വരുന്നവരാ. സ്വത്ത് കൈക്കലായാൽ അവൾ അവർക്കൊരു ഭാരവും. അവളെപ്പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ പരസ്പരം ഭാരമാവില്ല. സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും. ഇപ്പോ താനൊന്ന് മനസ്സ് വെച്ച സംഗതി കൊള്ളാം. പക്ഷെ ഇതേ കുറവുള്ള ആളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എനിക്കാണെങ്കിൽ പഞ്ചാബിൽ യാതൊരു കണക്ഷനും ഇല്ല. ആകപ്പാടെ പരിചയമുള്ള സാബ. ആ, സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പഞ്ചാബിലല്ല, ഇവിടെ. തന്റെ അനന്തരവൻ. അവനെ ഞങ്ങൾക്ക് തന്നൂടെ? ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാ. പഞ്ചാബി എന്നോ മലയാളി എന്നോ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. സാബ് പറയുന്നത് ഈ കല്യാണം? അതെ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി.